ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ കണ്ടത് നേരമൊക്കെ വെള്ളത്തിൽ വരുന്നുണ്ട്. ഇപ്പം നേരെ അടുക്കള കയറിയേക്കാം. രാവിലെ തന്നെ ചായക്ക് വെള്ളം അടുപ്പി വെച്ചു. തൊട്ടപ്പുറത്ത് കുക്കർ ഇരിപ്പുണ്ടേ. ഇന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന അപ്പവും കടലക്കറിക്കുള്ള കുക്കറായിരിക്കുന്നു. കുക്കർ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ സവാള ചേർക്കുന്നു. നല്ല വെള്ളം കൊണ്ട് വഴറ്റിയെടുക്കും. ഈ കുനുകുനായിട്ട സവാളയിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ട്. ചിലപ്പോൾ തക്കാളിയൊക്കെ ഇടാറുണ്ട്, പക്ഷേ ഇനി തക്കാളി ഇല്ലാത്തത് ഞാൻ ഇത് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റി. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ കുറച്ച് മുളക് പൊടി. ഞാൻ ഓൾറെഡി കാശ്മീരി മുളക് പൊടിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കളറിന് വേണ്ടി. എരിവ് കുറച്ച് ഞാൻ കൂടുതൽ ഉണ്ടാക്കാറ് കടലക്കറി. പിന്നെ കുറച്ച് മല്ലിപ്പൊടി കൂടെ ഞാൻ ആഡ് ചെയ്യും ടേസ്റ്റിന്. അത് കഴിഞ്ഞ് ജസ്റ്റ് ചിക്കൻ മസാലയും ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് വഴറ്റി കടല ഞാൻ അതിലോട്ട് തട്ടി, അങ്ങനെയാണ് കടല വേവിക്കാറ്. അപ്പുറത്ത് കടലക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാനെൻ്റെ അപ്പം ചൂടാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് നേരെ എണ്ണ ഒഴിച്ച് മാവ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇവിടെ പൊതുവെ എല്ലാവർക്കും ഒരു മൊരിഞ്ഞൊരപ്പം ഇഷ്ടം, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന അപ്പം ഇഷ്ടം. എനിക്ക് അതാണ് കൂടുതലിഷ്ടം. നല്ല മൊരിഞ്ഞ് മസാല ദോശ ഇരിക്കുന്ന പോലത്തെ ഇല്ലേ, അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. ഞാൻ ഒരു അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മാവ് കുറച്ച് ക്രിസ്പി ആയിട്ട്. പക്ഷെ അത് ഇങ്ങനെ നമ്മൾ ചുറ്റിയെടുക്കത്തില്ലേ ചട്ടുകത്തിൽ, അപ്പോൾ അടർന്നു പോകാനുള്ള ചാൻസും ഉണ്ട്. ഞാൻ ആദ്യമൊക്കെ ചുട്ടപ്പോൾ അങ്ങനെ അടർന്നു പോയിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ. പക്ഷെ അത് കറിയായിട്ട് കഴിക്കാൻ നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാം അടുപ്പത്ത് അടച്ചൊക്കെ വെച്ച് ആവി കയറാൻ വേണ്ടി വെയിറ്റിംഗാണ്. ഞാൻ കടല വേവിക്കുന്ന സമയത്ത് വേവിച്ച് കഴിഞ്ഞാൽ കുറച്ച് കടലെടുത്ത് മാറ്റി അത് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് പേസ്റ്റാക്കി അത് ഞാൻ ഈ കറിയിലോട്ട് കുറച്ച് കുറുകാൻ വേണ്ടി. നല്ല ടേസ്റ്റാണ്, കറി പെട്ടെന്ന് കുറുകയും ചെയ്യും, നല്ലൊരു രുചിയാണ്. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. കടലക്കറി ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇത് കുറച്ച് ഇച്ചിരി ഒന്ന് ചൂടായ ശേഷം കടുവറുക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ഞാൻ കടുകിന് ഓടുന്നത്. എൻ്റെ സ്ഥിരം പരിപാടി അങ്ങനെ, വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം പിന്നെ ഞാൻ കടുകിന് ഓടുന്നത്.
കടുക് ഞാൻ അവിടെ തപ്പിക്കൊണ്ടിരിക്കുക. ഇതുവരെ കിട്ടിയില്ല. കടുക് കിട്ടി. കുറച്ച് കടുക് ആ ചട്ടിയിലൊക്കെ ഇട്ട്. അല്ലെങ്കിൽ ഈ കടുക് പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ നല്ല രസമൊക്കെ കേൾക്കാൻ വേണ്ടി അല്ലേ? എൻ്റെ പുതിയൊരു വീഡിയോ ആണ്. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ കാണും. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. നമ്മളൊക്കെ തുടക്കക്കാരല്ലേ, വീഡിയോ ഇട്ടങ്ങനെ പരിചയമൊന്നുമില്ല. അങ്ങനെ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞുള്ളി, കൊച്ചുള്ളി കുനുകുന അരിഞ്ഞതെടുത്തിട്ട് ഉള്ളി നല്ലപോലെ ബ്രൗൺ കളറായി ഇടുമ്പോൾ 2-3 വറ്റൽമുളക് കിട്ടും. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് വറ്റൽമുളക് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഇതാ കറിയിലോട്ടങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതാ ഞാൻ പറയില്ലേ, എല്ലാം മൊരിഞ്ഞപ്പം നല്ല ടേസ്റ്റാണ് കറിയായിട്ട് കഴിക്കാൻ. കടുക് വറുത്തത്, കടുക് താളിച്ചത് കറിക്കകത്ത് ഒഴിച്ചിട്ടുണ്ട്. കറി നല്ല ഇത് കുറുകി വരികയും ചെയ്തിട്ടുണ്ട്. ഇതാ ചൂടപ്പത്തിലോട്ട് കഴിച്ച് കറി ഒഴിച്ചൊന്ന് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ രാവിലത്തെ പരിപാടി ഇതാണ്. ഇനി ഉച്ചത്തേക്കുള്ള പരിപാടി നോക്കണം. അപ്പം എല്ലാവർക്കും